എനിക്ക് വളരെ കൗതുകം തോന്നി. ഏതു പാർട്ടി നേതാവിനെ നോക്കിയാലും അവരുടെ സംസാരം, വസ്ത്രധാരണം, ജീവിതരീതി ഇതിലൊക്കെ ഒരു പൊതു സ്വഭാവം കാണാമെന്ന്. ഒരു പാറ്റേൺ. ലേഖകൻ പറയുന്നത് ശരിക്കും ജനങ്ങളെ നന്നായി സേവിക്കുന്നവരല്ല, മറിച്ച് സ്വന്തം വീഴ്ചകളൊക്കെ സമർത്ഥമായി ന്യായീകരിക്കാനും എതിരാളികളെ നന്നായിട്ട് ആക്രമിക്കാനും കഴിവുള്ളവരാണ് പലപ്പോഴും മുന്നിലെത്തുന്നത് എന്നാണ്. അതൊരു ശക്തമായ നിരീക്ഷണമാണ്. അതെ, ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്നവർ ചിലപ്പോൾ പരിഹസിക്കപ്പെട്ടേക്കാം എന്നുമൊരു സൂചനയുണ്ട് അതിൽ. ശരിയാണ്. ആ സെറ്റപ്പ് എന്ന വാക്ക് അതൊരു തരം കളിനിയമങ്ങൾ നേരത്തെ തന്നെ ഉണ്ട് എന്ന് പറയാതെ പറയുകയാണ്. അതെ, അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പ്രതിഷേധങ്ങളിലെ ആവർത്തനം. ലേഖനത്തിൽ അത് പറയുന്നുണ്ടല്ലേ? പെട്രോൾ വിലയുടെ കാര്യം. അതെ, ഒരു പാർട്ടി പെട്രോൾ വില കൂട്ടുന്നു, അപ്പൊ മറ്റേ പാർട്ടി നേരെ കാളവണ്ടിയിൽ പ്രതിഷേധിക്കുന്നു. പിന്നെ അധികാരം മാറുമ്പോ ഇതേ പ്രതിഷേധം അപ്പുറത്തുനിന്നും വരുന്നു. അത് തന്നെ. ഇത് കാണുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു പോകും, ശരിക്കും എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന്. സാധാരണക്കാരന്റെ കാര്യത്തില് അതെ, പാർട്ടികൾ മാറുന്നു, നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, പക്ഷേ ഈ സംസാര രീതികളും പ്രതികരണങ്ങളും അതങ്ങനെ തന്നെ തുടരുന്നു. ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമായ പോലെ. അപ്പോൾ ലേഖനം പറയുന്നത് ഇതൊരു തരം ശ്രദ്ധ തിരിക്കൽ കൂടിയാണെന്നാണോ? കാരണം അടുത്ത പോയിന്റ് അതാണ്. ഏതാണ്? ഇതിൽ നമ്മൾ, അതായത് ജനങ്ങൾ, എങ്ങനെയാണ് പങ്കാളികളാവുന്നത് എന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വന്തം പാർട്ടിയുടെ തെറ്റുകൾ അതെത്ര വലുതാണെങ്കിലും നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കും, പലപ്പോഴും. എന്നാൽ എതിർ പാർട്ടിയുടെ ചെറിയ തെറ്റുപോലും നമ്മൾ വലുതാക്കി കാണിക്കും, അതിനെ ആക്രമിക്കും. അതെ, രാഷ്ട്രീയക്കാരുടെ ഒരു വിജയം ഒരുപക്ഷെ ഇവിടെയായിരിക്കാം, അല്ലേ? നമ്മൾ അറിയാതെ ഈ കളിയിലെ കരുക്കളായി പോകുന്നു. ശരിയാണ്. ആ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. നമ്മൾ ഈ പക്ഷപാതിത്വത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അത്രത്തോളം നാടിന് ശരിക്കും ഗുണകരമായ മാറ്റങ്ങൾ വരുന്നത് വൈകിയേക്കാം. അതാണതിലൊരു അപകടം. അതായത് വസ്തുനിഷ്ഠമായി കാണാൻ പറ്റുന്നില്ല. ഒരു ടീമിനു വേണ്ടി ആർപ്പ് വിളിക്കുന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ വസ്തുതകളെ വിലയിരുത്താൻ നമുക്ക് കഴിയാതെ പോകുന്നു. ശരിയാണ്. അപ്പോ ഈ ലേഖനം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കണ്ണട വെച്ച് മാത്രം ലോകത്തെ കാണരുത്. പകരം എന്താണ് പൊതുസമൂഹത്തിന് നല്ലത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം, സ്വതന്ത്രമായി ചിന്തിക്കണം. അത് എളുപ്പമുള്ള കാര്യമല്ല. അല്ല, എളുപ്പമല്ല. പക്ഷേ ഈ രാഷ്ട്രീയ നാടകത്തിനപ്പുറം യഥാർത്ഥ്യങ്ങൾ കാണാൻ ഇത് അത്യാവശ്യമാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ ലേഖനം നമ്മളോട് പറയുന്നത് ഇതാണ്: രാഷ്ട്രീയ രംഗം പലപ്പോഴും ഒരു നാടകം പോലെയാണ്. അതിന് അതിന്റേതായൊരു തിരക്കഥയുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. ശരിയാണ്. കളിക്കാർ ചിലപ്പോൾ മാറിയേക്കാം, പക്ഷെ കളിയുടെ ഒരു പൊതു സ്വഭാവം അത് മാറണമെന്നില്ല. അതെ. ഇതിൽ പാർട്ടികൾക്കുള്ള അതേ പങ്ക് നമ്മൾ ഓരോരുത്തരുടെ ചിന്താഗതിക്കും നിലപാടുകൾക്കും